എന്താ അല്ല അവിടെ വരെ ലിഫ്റ്റ് എനിക്ക് ലിഫ്റ്റ് തന്നാലെന്താ തോർത്തെടുത്ത് ഇറങ്ങിയാ മതിയായിരുന്നു. ഇവിടെ മനുഷ്യൻ നിക്കറിടാത്തതിന്റെ ടെൻഷനിലേക്കാ. അപ്പോഴാണ് അവന്റെ തോർത്ത്. നിന്റെ പെണ്ണ് കാണാൻ നടുകായൽ വെച്ചാണെങ്കിൽ നിന്റെ ഫസ്റ്റ് നൈറ്റ് നടുകടൽ വെച്ച് ആവോടെ. അണ്ണ ഇതിനാണ് ഡെസ്റ്റിനേഷൻ പെണ്ണ് കാണൽ എന്ന് പറയുന്നത്. എന്തോ ഡെസ്റ്റിനേഷൻ പെണ്ണ് കാണൽ? അതെങ്ങനെയാണ്? തന്തവൈ പിള്ളേരൊക്കെ പിടിച്ച് വെള്ളത്തിലിറക്കി എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നീ അവളെ വിളി. ഹായ് രജിത. രജിത അതാണോ? കൊള്ളാലേ. ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. എന്താണ് ഈ വെള്ളത്തിൽ വെച്ചൊരു പെണ്ണാണൽ? ഈ ചായ കൊണ്ടുവരുന്നൊക്കെ ഭയങ്കര ക്ലീശയല്ലേ? ആ പിന്നെ നാണിക്കവും വേണം. എനിക്കാണെങ്കിൽ നാണൊന്നും വരില്ല. എനിക്കങ്ങനെ നാണമൊന്നുമില്ല. ഐ മീൻ ജനറലി ഞാനും അങ്ങനെ നാണിച്ചിരിക്കണ ഒരാളൊന്നുമല്ല. എനിക്ക് നാണം വരുന്നു. രജിത ഒരു ദിവസം എത്ര നേരം കുളിക്കും പറയൂ? ഞാനൊരു 2 നേരം കുളിക്കും. ചില ദിവസങ്ങളിൽ 3 നേരം കുളിക്കും. അതേ ദിവസം? അല്ല, ഈ മരണത്തിനൊക്കെ പോയി കുളിക്കേണ്ട വീട്ടിൽ കയറ്റില്ല. അത് നല്ലതാ, അത് നല്ലതാ. അതെ, പ്ലാനിങ് ഓഫീസിലല്ലേ? അതെ. അവിടെ എന്താ പ്ലാൻ ചെയ്യണേ? അവിടെ ആക്ച്വലി ഞങ്ങൾ ഇന്നലെ ടൂർ പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ സാറിന്റെ ബർത്ത്ഡേ പാർട്ടി. പിന്നെ അതല്ല, ഗവൺമെന്റ് ഓഫീസിലെ വർക്ക് ചെയ്യണമെന്നറിയാം, പക്ഷെ എന്താ ജോലി എന്നറിയില്ല. നഗരാസൂത്രണം. അത് പറയാൻ തന്നെ ഞങ്ങളുടെ ഓഫീസിൽ 3 ദിവസം എടുക്കും. അതിന് അപേക്ഷയും കൊടുക്കണം. ഏത് കോളേജിലാ? ഞാൻ എയറോ ഏവിയേഷൻ മാവേലിക്കര. ഓ, അത് തുടങ്ങിയിട്ട് എത്ര വർഷമായി കാണും? അതൊരു 10-30 വർഷമായി കാണും. ഓ, 30 വർഷം. അതെ. എന്നെ ഇഷ്ടായോ? എന്താ ഇഷ്ടപ്പെട്ടില്ലേ? അല്ല, പിന്നെ ഒരു മീൻ കുത്തിയിട്ട് പോയി കള്ളൻ വിത്തൗട്ട് മൈ പെർമിഷൻ. എനിക്കിഷ്ടമില്ല. എന്നെ ഇഷ്ടമല്ലോ. അതെനിക്കൊന്ന് ആലോചിക്കണം. ഹലോ. ഹലോ, വിനോദല്ലേ? ഞാൻ രജിതയാ. പറ. ഇന്നലെ ചോദിച്ച 2ാമത്തെ ഉത്തരം. ഞാൻ ആദ്യം ഇച്ചിരി ചാടിയിട്ടതാ തോന്നി, പക്ഷേ എനിക്കിഷ്ടാട്ടോ. റിയലി? സത്യം. എന്നാ ഞാനൊരു സത്യം പറയട്ടെ. ഇന്നലെ സാമ്പ്രാണിക്കുടിയിലെ മീനുകൾ എന്റെ കാതിൽ മന്ത്രിച്ചു. എന്ത്? രജിതയ്ക്ക് എന്നെ ഇഷ്ടമാണെന്ന്. ചാടക്കാരി. എന്തോ? ഐ ലവ് യു. I love you too. വിനോദേ, എന്താ എല്ലാരും കൂടി? അല്ല, എന്തൊക്കെയുണ്ട് ഇതിന്റെ വിശേഷം? പറ കേക്കട്ടെ. ഓഹോ, എനിക്കെന്ത് വിശേഷം? അങ്ങനെ അങ്ങ് പോകുന്നു. അങ്ങനെയൊക്കെ പോയാ മതിയാ. KV മാർക്കറ്റ് PO പെല്ലിപ്പറമ്പിൽ ഹൗസ്. ഹരിയുടെ മകൾ രജിത, 22 വയസ്സ്, ഏവിയേഷൻ വിദ്യാർത്ഥി. നിങ്ങളിതെങ്ങനെ അറിഞ്ഞു? എടാ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് പെണ്ണ് ആലോചിക്കുകയാണെങ്കിൽ ആ പെൺ വീട്ടുകാർ ആദ്യം ചെയ്യുന്ന എന്താണെന്നറിയാം? എന്താ? ആ സർക്കാർ ഓഫീസിൽ അന്വേഷിക്കും. അവളുടെ അമ്മാവൻ എന്റെ നെയ്ബറാ. അവര് പ്ലാനിംഗ് ഓഫീസ് എന്ന് കേട്ടപ്പോഴേ അവർക്ക് സ്ട്രൈക്ക് ചെയ്യും. നേരെ എന്നെ വിളിച്ചു ചോദിച്ചെന്താന്നറിയോ? ഇങ്ങനെ ഒരു പിണ്ണാക്ക് മാടൻ ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? എന്നിട്ട് എന്ത് പറഞ്ഞു? എന്തു പറയാൻ, തിരുവനന്തപുരം ജില്ലയിൽ നീ അല്ലാതെ ഏതാണ് പിണ്ണാക്കുമാടനുള്ളത്? രതീഷ്, ചായ പറയട്ടെ? നിനക്ക് എന്താടാ ചായ ഒന്നും വേണ്ട, വൈകുന്നേരം പാർട്ടി മതി. കാശില്ലല്ലോ. കാശില്ല, ഞാൻ കടത്തരാം. എന്തായാലും കല്യാണത്തിന് ചെലവ് ചെയ്യാ. അതാണ് ഈ അച്ഛൻ നോക്കിക്കോളും. എടാ, കല്യാണത്തിനാകുമ്പോ ഓഫീസ് മൊത്തം ഉണ്ടാവും. കൂടാതെ ഞാനൊരു 150 പേരെ പുറത്തൊന്നും കൊണ്ടുവരും. ഇപ്പോഴാകുമ്പോ നമ്മള് മാത്രമേ ഉള്ളൂ. എന്തു പറയുന്നു? ചെലവ് ചെയ്യാ. അതാണ്. എടാ, പെണ്ണെങ്ങനുണ്ട്? എന്നാ ഞാൻ സത്യം പറയട്ടെ? പറയ്. മാമ്പഴക്കൂട്ടങ്ങളിൽ മൽക്കോവയാണ് അവൾ.